ആൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള വിഷയം, കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലേറെയായി കേരളത്തിലൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമാ രംഗത്തു നിന്നുള്ള വാർത്തകളാണ്. അതിൽ പ്രധാനപ്പെട്ട സിനിമാ രംഗത്തു നിന്നുള്ള ആദ്യമുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് അഖിൽ മാരാരുമായി ബന്ധപ്പെട്ടാണ്. അഖിൽ മാരാർ ഒരു ലൈവിൽ വന്നിട്ട് അഖിൽ മാരാർ സംസാരിച്ചത് കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയായിരുന്നു. അഖിൽ മാരാർ ബിഗ് ബോസിന്റെ വിജയിയാണ്, നമുക്കറിയാം. എന്നാൽ ബിഗ് ബോസിലെ വിജയിയായ അഖിൽ മാരാർ തന്റെ കൂടെ പങ്കെടുത്ത പെൺകുട്ടികളോ അല്ലെങ്കിൽ തന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളോ അങ്ങനെയൊന്നും വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ ആരാണെന്ന് വ്യക്തമാക്കാതെ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള പരിപാടികൾ അവിടെ ഈ ബിഗ് ബോസ് ഷോയിൽ അടക്കം അരങ്ങേറുന്നുണ്ട്. അതിൽ ചില ഉദ്യോഗസ്ഥന്മാർ അതിന് കാരണമായി തീരുന്നു എന്ന് അഖിൽ മാരാർ പറഞ്ഞു. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 3 പെൺകുട്ടികൾ ഓൺലൈനിൽ വന്ന് അവരോടും ഇത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും മോശമായി പെരുമാറാനുള്ള ശ്രമം നടത്തി എന്ന് അവരും പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അഖിൽ മാരാർ പറഞ്ഞ വിഷയത്തെ വളച്ചൊളിച്ചുകൊണ്ട് കേരളത്തിലെ എന്റർടൈൻമെന്റ് കൈകാര്യം ചെയ്യുന്ന എന്റർടൈൻമെന്റ് മീഡിയ എന്ന് തന്നെ പറയാം. കാരണം യാതൊരു എന്താണ് ചോദിക്കേണ്ടതെന്നോ ഒരു വ്യക്തിയോട് എന്തൊക്കെ ചോദിക്കാമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ നടത്തേണ്ടതെന്നോ ഒന്നും അറിയാത്ത ചില ആൾക്കാർ, അതിൽ ചിലരുണ്ടേ, ഇനി എല്ലാവരും കൂടി എന്നെ എയറിലാക്കാൻ വരണ്ട, ചിലർ നല്ല ആൾക്കാരും ഉണ്ട് അക്കൂട്ടത്തിൽ. കാരണം അഖിൽ മാരാർ പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോ അങ്ങനെയുള്ള ചില ആൾക്കാർ എന്തും വിവാദമാക്കണം, ആ വിവാദത്തിലൂടെ പണം നേടണം, തന്റെ ചാനലിന് വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരെങ്കിലും അത്തരത്തിൽ ചില ഇന്റർവ്യൂകൾ എടുക്കുകയും, അതായത് അഖിൽ മാരാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലരോടും വളരെ മോശമായി സംസാരിക്കുകയും അവരെ പ്രൊവോക്ക് ചെയ്യുകയും, അത് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. വളരെ കൃത്യമായി ആങ്കർ, അതിനി നാടകമാണോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ആങ്കർ തന്നെ പല ആൾക്കാരെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് തിരിച്ച് സംസാരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പരമാവധി പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവരിൽ നിന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു വാർത്ത ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയോ ഇതിന്റെ പിന്നിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ മാരാർ പറഞ്ഞ വിഷയം കാസ്റ്റിംഗ് കൗച്ച് എന്ന് സിനിമാ രംഗത്ത് നമ്മൾ കേട്ടിരുന്ന ഈ വിഷയം കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കേരളത്തിൽ നല്ല ലോകത്തെല്ലായിടത്തുമുണ്ട്. അത് പല രീതിയിലാണ് എന്ന് മാത്രം. ഒരുപക്ഷെ ചിലർ അറിഞ്ഞുകൊണ്ട് ചില ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ആരുടെയെങ്കിലും ഒക്കെ ഓമനകളായി മാറുകയും അവർ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ചിലർ അതിൽ നിന്ന് എതിർത്തു നിൽക്കുന്നു. ചിലർക്ക് അങ്ങനെ വഴങ്ങാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നും പുതിയ കാര്യമല്ല. ചിലർ ഇത് സംഭവം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. സിനിമയിലടക്കം മാധ്യമപ്രവർത്തന മേഖലയിലടക്കം ഇതുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തന മേഖലയിലടക്കം ഞാൻ പ്രതിദാനം ചെയ്യുന്ന മാധ്യമപ്രവർത്തന മേഖല, ഞാൻ 15 വർഷത്തിലേറെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിരുന്ന ഒരാളാണ്. അതിന് ശേഷമാണ് ഞാൻ ഓൺലൈനിലേക്ക് വന്നത്. ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന ഈ മാധ്യമ മേഖലയടക്കം ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുമുണ്ട്. അത് ഒരിക്കലും ഇല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ എനിക്ക് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് നേരെ അത് വരാത്തത് കൊണ്ട്, ഒരുപക്ഷെ നമുക്ക് നേരെ വരാത്തതിന് കാരണം നമ്മളുടെ ധൈര്യം കണ്ട് ഭയന്നിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇവളോട് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് മുൻകൂട്ടി അവർ തീരുമാനിക്കുന്നതുകൊണ്ട് ഒരു പ്രജുഡിസ്ഡ് മൈൻഡോടുകൂടി ചിലരെയെങ്കിലും ഇവർ സമീപിക്കുന്നത് അല്ലെങ്കിൽ സമീപിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചിലരെയെങ്കിലും വളരെ ധൈര്യശാലികൾ. അപ്പോ പിന്നെ അവർക്ക് വഴങ്ങാത്ത അല്ലെങ്കിൽ അങ്ങനെ അക്സസിബിൾ അല്ലാത്തവരെ കുറിച്ച് വളരെ മോശം പറയാനും ശ്രമിക്കുന്ന പ്രവണത പല ഘട്ടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. എന്തായാലും അത് എന്താണ് വിഷയമെന്നും എന്താണ് എന്നൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. എല്ലാ മേഖലയിലും ഇതുണ്ട്. ഒരു മേഖലയിലും ഇനി ഒരു തുണിക്കടയിൽ ചെന്നാൽ പോലും ഒരു സാധാരണ തുണിക്കടയിൽ ചെന്നാൽ പോലും ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഉണ്ടാകുന്നുണ്ട്. എവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടാത്തത് അല്ലെങ്കിൽ അവർക്ക് നേരിടാൻ കഴിയാത്തത്? ചിലർക്കെങ്കിലും നേരിടാൻ കഴിയാതെ അവർ രംഗം തന്നെ വിട്ടുപോകുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രൂപത്തിലൊക്കെ ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് നേരെ ഡയറക്റ്റ് വിളിച്ചില്ലെങ്കിലും മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വിഷയം ജെനുവിനായി ഉന്നയിക്കേണ്ട വിഷയം ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒരുമാതിരിപ്പെട്ടവരല്ല. അത് ബിഗ് ബോസിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതിയോട് തന്നെ യഥാർത്ഥത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ വിവാദമുണ്ടാക്കുന്നവരെയാണ്, ഏതെങ്കിലും തരത്തിൽ വിവാദമുണ്ടാക്കുന്നവരെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. ആ വിവാദം തന്നെ നെഗറ്റീവ് വിവാദങ്ങളാണ്. നെഗറ്റീവ് വിവാദങ്ങളുള്ളവരാണ് പലപ്പോഴും അതിൽ വന്ന് കൂടുന്നവർ, ഭൂരിഭാഗം പേരും. അല്ലാത്തവരും ഉണ്ടില്ല എന്നല്ല.
നെഗറ്റീവായി നമ്മൾ സമൂഹത്തിന്റെ സോക്കോൾഡ് ഒരു പോസിറ്റീവ്നെസ്സിനെതിരെ നിൽക്കുന്ന ചിലരാണ് അത്തരത്തിൽ വരുന്നത്. നമുക്കറിയാം, അഞ്ചാമത്തെ മത്സരത്തിലാണ്, അഞ്ചാമത്തെ എഡിഷനിലാണ് അഖിൽ മാരാർ ഉണ്ടായിരുന്നത്. ഇപ്പോ 6ാമത്തെ എഡിഷൻ ആണെന്ന് തോന്നുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ സത്യത്തിൽ ഒരു ബിഗ് ബോസും കണ്ടിട്ടില്ല. ബിഗ് ബോസ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ചില ക്ലിപ്പുകൾ ഫേസ്ബുക്കിലോ ഒക്കെ വരുമ്പോ ഇങ്ങനെ കാണുന്നതാണ്. അതിലറിയാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സത്യം പറഞ്ഞാൽ എത്ര ടോക്സിക് ആണ് ഓരോ വ്യക്തികളും. മിക്കവാറുമുള്ള വ്യക്തികളെല്ലാം അലറി വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അടിയും വഴക്കും കൈവക്കലും. എന്ത് ലോകത്താണ് നമുക്ക് ജീവിക്കുന്നത്? ഞാനൊക്കെ വളരെ കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരാളാണ്. പക്ഷെ അപ്പോഴും മറ്റൊരാളെ കൈവെക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപദ്രവിക്കണമെന്നോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് അവിടെ നിന്ന് പറയുന്നു എന്നുള്ളതല്ല. അതായത് സ്ഥിരമായി അലറി വിളിക്കാനോ ബഹളം വെക്കാനോ ഒന്നും നമ്മൾ ആരും ശ്രമിക്കാറില്ല. പക്ഷെ ഇത് കാണുന്നത് ഈ കാഴ്ചക്കാർ എന്താണ് ധരിച്ചു വെക്കുന്നത് ബിഗ് ബോസിൽ? എന്നിട്ട് അതിനുശേഷം എല്ലാവരും പറയുന്നു ഈ അലറി വിളിക്കുന്ന പെൺകുട്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അലറി വിളിക്കുന്നതിനാണോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ അലറി വിളിക്കുന്നതായിരിക്കണം മാനദണ്ഡമെങ്കിൽ ഈ പെൺകുട്ടിക്കാണ് കപ്പ് കിട്ടുന്നതെങ്കിൽ അലറി വിളിക്കുന്നതാണ് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു വ്യക്തി, നല്ല വ്യക്തി എന്ന അല്ലെങ്കിൽ നല്ലൊരാൾ എന്ന രീതിയിൽ നമ്മളൊരു ഗെയിമാണ്. ആ ഗെയിമിൽ ആണെങ്കിൽ പോലും അതിന് ചില ധാർമ്മികതകൾ ഉണ്ടാകണ്ടേ? എത്തരത്തിലുള്ള വ്യക്തി ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചില ധാർമ്മികതകൾ ഉണ്ടാകണ്ടേ? അത്തരത്തിലുള്ള ഒരു ധാർമ്മികതയും ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് കുറെ പേര് ഭയങ്കര ടോക്സിക് ആകും, കുറച്ചുപേര് സൈലന്റ് ആയി നിൽക്കുന്നവരൊക്കെ ഔട്ട് ആകുന്നു, ബാക്കിയുള്ളവരൊക്കെ അവിടെ അങ്ങനെ സർവൈവ് ചെയ്തു പോകുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത് പറയുന്നത് അവരുടെ മെന്റൽ കപ്പാസിറ്റി അളക്കുന്നതാണെന്നാണ്. മെന്റൽ കപ്പാസിറ്റി അളക്കാൻ അലറി വിളിച്ചും ബഹളം വെച്ചും ഏതെങ്കിലുമൊക്കെ ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ തരംഗമായും ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഇമേജുകൾ, ഏത് തരത്തിലുള്ള ഇമേജ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നുണ്ട്. രണ്ടും ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം അഖിലിന്റെ പ്രശ്നത്തിലേക്ക് വന്നാൽ അഖിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിയുന്നത്, അഖിലിനെ കണ്ടിടത്തോളം, അഖിലിനെ സംസാരിച്ചിടത്തോളം കഴിഞ്ഞ 1.5 വർഷത്തെ എനിക്ക് അഖിലിനെ മുൻപരിചയങ്ങളില്ല, ഒരു പരിചയവും അഖിലിനെ എനിക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അഖിലിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അഖിലിനെ കോൺടാക്ട് ചെയ്ത് ഒരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ അഖിൽ പറഞ്ഞു തൽക്കാലം ഞാൻ ഓൺലൈൻ മീഡിയാസിനും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഓൺലൈൻകാർ ചെയ്യുന്നത് അഖിലിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് അഖിലിന്റെ ആ ആശങ്ക അല്ലെങ്കിൽ ആകുലത മനസ്സിലായി. തൽക്കാലം ഇനിയും വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അഖിൽ ഇന്നലെ അത്തരത്തിൽ എന്നോട് പറഞ്ഞത്. അല്ലെ അഖിൽ എനിക്ക് ഇന്റർവ്യൂ തന്നില്ല എന്നതുകൊണ്ട് ഞാൻ അഖിലിനെ മോശം പറയുകയോ അല്ലെങ്കിൽ അഖിൽ ഒരു മോശക്കാരനാണെന്ന് വാദിക്കുകയോ ചെയ്യുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, അഖിൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പൊതുസമൂഹത്തിലേക്ക് വന്നപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കഴിഞ്ഞ 4 എപ്പിസോഡിലും അധികം ബിഗ് ബോസിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് അഖിൽ ആ ഷോയിൽ വരികയും ഷോയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം അഖിൽ പുറത്തു വന്ന് നടത്തിയ അഖിലിന്റെ ആ ഒരു രീതി, ആ ഇന്റലിജൻസ്, അതുകൊണ്ടാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. കൂടുതൽ ആളുകളിലേക്ക് അഖിലിനെത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അഖിലിന്റെ വാക്കുകൾ, അഖിലിന്റെ ബുദ്ധി, അഖിലിന്റെ കൃത്യമായ സംസാര രീതി, അഖിലിന്റെ രാഷ്ട്രീയപരമായ അറിവ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുകയും അഖിൽ പല ഇന്റർവ്യൂകളിലും പലർക്കും അഖിലിനെ വിളിക്കണം എന്ന് തോന്നുകയും അങ്ങനെ ഇന്റർവ്യൂകളും മറ്റും കിട്ടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ മറ്റൊരു മത്സരാർത്ഥിക്ക് നമുക്കറിയാം, റോബിൻ രാധാകൃഷ്ണനാണ് ഇടയ്ക്കെങ്കിലും കുറച്ചെങ്കിലും പ്രോഗ്രാംസ് കിട്ടിയത്. അതിനു മുമ്പ് ഒരു മത്സരാർത്ഥിക്കും ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ കൂടുതലായ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അഖിൽ അതുകൊണ്ട് തന്നെ ടാർഗറ്റഡ് ആവുന്നു. അഖിൽ പറയുന്ന അഖിലിനെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ മറ്റൊരു രീതിയിലും കൊടുക്കാൻ കഴിയാത്തവരെ നമുക്കറിയാം. ചില ആൾക്കാരുണ്ട്, നമ്മളെ കുറിച്ചൊക്കെ പലരും പലതും പറയും, പക്ഷെ നമ്മളൊന്നും ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. കാരണം അത് അവരുടെ സത്യസന്ധതയാണ്. ആവശ്യമില്ലാത്തൊന്നും ചെയ്യാത്തിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും ആരെയും പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ ഈ പക്ഷം. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുന്ന വാക്കുകൾ മാത്രമാകും അവർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. അഖിലിന്റെ മക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ അഖിലിനെ ആദ്യം ശ്രദ്ധിക്കുന്നത്, ആദ്യം ചർച്ചയിലൊക്കെ കണ്ടിട്ടുണ്ട്, ദിലീപിന്റെ വിഷയത്തിലാണ് അഖിലിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ വിഷയത്തിൽ ആകെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ദിലീപിനെ സത്യം എന്താണ്, ദിലീപിന്റെ വിഷയത്തിൽ സത്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്തൊരു മാധ്യമം എന്റെ ഒരു യൂട്യൂബ് ചാനലായിരുന്നു ഭാരത് ലൈവ് എന്ന് പറയുന്നത്. അതിലെ സത്യം മാത്രം എന്താണെന്ന് കണ്ടെത്തി തന്നെ വാർത്ത ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് വലിയ രീതിയിൽ സൈബർ ആക്രമണം, നിങ്ങൾ ആരുടെ പണം വാങ്ങിച്ചുകൊണ്ടാണ് വാർത്ത ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിലീപ് നിങ്ങൾക്ക് പണം തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരികയും വാർത്തകൾ ചോദിക്കുകയും ചിലർ ഞങ്ങളെ ആക്രമിക്കുകയും എന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്.
ഏതായാലും ദിലീപിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ സമയത്താണ്. അല്ല, ദിലീപിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ സമയത്തും ഒരു ഇങ്ങനെ കണ്ടുപോയതല്ലാതെ എനിക്ക് ദിലീപിനെ ഒരു പരിചയവുമില്ല. അതുപോലെ തന്നെയാണ് അഖിൽ മാരാരെ. അഖിൽ മാരാരെ മിനിഞ്ഞാന്ന്, കറക്റ്റായി പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ഞാനൊന്ന് വിളിച്ചു വന്നതിനപ്പുറത്തേക്ക് എനിക്ക് അഖിൽ മാരാരെ ഒരു പരിചയവുമില്ല. അഖിൽ മാരാറുമായി പക്ഷെ ഞാൻ കാണുന്ന ഒരു അടുത്ത തലമുറയ്ക്ക് വാഗ്ദാനമാകേണ്ട ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അഖിലിനെ കാണുന്നത്. രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന, അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്ന, നല്ല കപ്പാസിറ്റിയുള്ള, ജീവിതത്തിൽ വിഷനോടുകൂടി ചിന്തിക്കുന്ന, കുടുംബത്തെ മാന്യമായി കൈകാര്യം ചെയ്യുന്ന, വളരെ നന്നായി കുടുംബം കൊണ്ടുപോകുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ അഖിൽ മാരാരുടെ വീഡിയോ ആദ്യം ശ്രദ്ധിച്ചത്. അഖിൽ മാരാരുടെ ആ മക്കളുമായിട്ടുള്ള ബോണ്ടിങ് കണ്ടാണ്. അന്ന് അഖിൽ മാരാർ അടിച്ചു, അഖിൽ മാരാർ കുട്ടിയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി. അപ്പോ എനിക്കത് കാണുമ്പോൾ കൂടുതൽ കണക്ട് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എന്റെ അച്ഛൻ അത്തരം ഒരു നല്ല അച്ഛന്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ അച്ഛനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഞങ്ങൾ 3 പെൺകുട്ടികളെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത് അതുപോലെ തന്നെയാണ്. അതേ സ്നേഹത്തോടെ, അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചും വർത്താനം പറഞ്ഞും ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു ഞങ്ങൾ 3 പെൺകുട്ടികളും അച്ഛനും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. അതുണ്ടാക്കിയ ഒരു ആത്മവിശ്വാസമാണ് എന്റെ ജീവിതത്തിൽ എന്നും എനിക്കുള്ള ആത്മവിശ്വാസം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നോ അല്ലെ അമ്മയുടെ കയ്യിൽ നിന്നോ എനിക്ക് കിട്ടിയ ആത്മവിശ്വാസമാണ്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം തന്നെയാണ് എന്റെ ജീവിതത്തിലെ ആത്മവിശ്വാസം എന്ന് ചിന്തിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അഖിലിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനുശേഷം അഖിലിന്റെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും ഈ ചെറുപ്പക്കാരൻ ഒരു വാഗ്ദാനമാണ് എന്ന് എനിക്ക് തോന്നിത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അഖിലിനെ കൂടുതലായി ഞാൻ കേൾക്കാനും അഖിലിന്റെ രീതികൾ, അഖിലിന്റെ സംസാരം, ക്ലാരിറ്റിയോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, എനിക്ക് ആരോടും അങ്ങനെ ഒരു വലിയ ഫാൻ ഗേൾ അല്ലെങ്കിൽ ഞാൻ ഒരാളെ ആരാധിക്കുന്നു എന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷെ കൊള്ളാവുന്ന ആൾക്കാരെ അല്ലെ സിനിമക്കാരാണെങ്കിൽ പോലും അവരുടെ അഭിനയത്തെ, മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്, അത് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ടാണ്. മമ്മൂട്ടി എനിക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആ കഴിവുള്ളവരെ അംഗീകരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അഖിലിനെ എനിക്ക് അംഗീകരിക്കാൻ, അല്ലെ എന്റെ മനസ്സുകൊണ്ട് അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിക്കാൻ ഞാൻ തുടങ്ങിയായിരുന്നു. മറ്റൊരു മത്സരാർത്ഥിയെ, സത്യം പറഞ്ഞാൽ സാബു എന്ന് പറയുന്ന ആൾ വലിയ സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. തരികിട സാബു എന്ന് പറയുന്ന ആളെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അതിനു മുമ്പും ചില പ്രോഗ്രാമുകളിലൊക്കെയാണ് തരികിട സാബു ഇങ്ങനെ വന്നത്. അതിനുശേഷമൊക്കെ തരികിട സാബു ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പലരും പാടി പുകഴ്ത്താറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും എനിക്ക് എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. കാരണം മറ്റുള്ളവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. പക്ഷെ അഖിൽ ആ കാര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. അഖിലിനെ ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുള്ള ഒരാളാണ് അഖിൽ. അതും അത്രയും വലിയ പദവിയിലെത്തുമ്പോഴും ഏറ്റവും ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ ഉയർന്നു വന്ന ഒരാളെന്ന രീതിയിൽ അഖിലിനോട് ഒരു സ്നേഹം ഒക്കെ നമുക്കുണ്ട്, മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഈ ബിഗ് ബോസ് ഒന്നും കാണാത്ത ഞാൻ അഖിലിന്റെ ഇന്റർവ്യൂ കണ്ടാൽ പെട്ടെന്ന് നോക്കുകയും ഞാൻ എന്റെ ഭർത്താവിനെ അടക്കം, എന്റെ ഭർത്താവ് ഡൽഹിയിൽ ഒരു ജേർണലിസ്റ്റാണ്, അദ്ദേഹത്തിന് ഈ ഇവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പുള്ളി അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ അഖിലിനെ കാണിച്ചു കൊടുക്കുകയും ബിഗ് ബോസിൽ ഇത്രയും കാലം വന്നതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ്, ഇത് നമുക്ക് അറിയുന്ന പരിചയമുള്ള ഒരു ആൾ എന്ന രീതിയിൽ, അതായത് ബിഗ് ബോസിലെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളെന്നല്ല, ബിഗ് ബോസ് കണ്ടിട്ട് ഒരു പരിചയമുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ ഇത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതും ഒക്കെ, ഈ അടുത്ത കാലത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, സത്യത്തിൽ അഖിലിനെ കോർണർ ചെയ്യുകയാണ് എന്ന് എനിക്ക് നല്ല സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിൽ ചില സത്യങ്ങളുണ്ട്, അഖിൽ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ, ഒന്ന്, 3 പെൺകുട്ടികൾ പുറത്തു വന്ന് അവർക്ക് നേരിട്ട അനുഭവം പറഞ്ഞു. മറ്റൊന്ന്, ഏഷ്യാനെറ്റ് ഇതുവരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും അഖിലിന് നേരെ എടുത്തിട്ടില്ല. അഖിലിന് അത് കൃത്യമായി അഖിൽ പറഞ്ഞത് ശരിയാണ് എന്ന് ആ സ്ഥാപനത്തിനടക്കം ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ അതിന്റെ ഇത് നടത്തുന്ന ഈ പ്രോഗ്രാം നടത്തുന്ന ബിഗ് ബോസിന്റെ കമ്പനി എന്റർമോൾഷനോ ഒക്കെ കൃത്യമായി മനസ്സിലാവുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ഒരു തരത്തിലുള്ള നിയമ നടപടിക്കും പോവാഞ്ഞത്. പിന്നെ മറ്റ് കുറച്ച് മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ടില്ല. ഈ മൈക്ക് കൊണ്ട് കൊടുത്ത് ചോദിച്ച, അല്ലെങ്കിൽ ഈ ഓൺലൈൻകാര് മൈക്കുമായി ചെന്ന് ചോദിച്ച 1-2 മത്സരാർത്ഥികൾ, അതിൽ തന്നെ അഖിലിനെ വളരെ മോശമായി ചിത്രീകരിച്ചപ്പോൾ ഞാൻ ചെന്നാൽ ഒരു അടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ചിലരെയൊക്കെ കണ്ടു. അത് പേര് പോലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ഒരു സാഹചര്യത്തിൽ, ഒരു വളരെ പരിമിതമായ സാഹചര്യത്തിൽ വന്നൊരു പെൺകുട്ടി എന്ന രീതിയിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാനവും ആ പെൺകുട്ടി കളഞ്ഞു പിടിക്കുന്ന രീതിയിൽ, അങ്ങനെ ഒരു ബഹുമാനമേ നമുക്ക് തോന്നാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ അഖിൽ പറഞ്ഞ വിഷയത്തിൽ സത്യമുണ്ടോ എന്നതിന്റെ രണ്ടാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നിയമ നടപടികളും അഖിലിനെതിരെ ഉണ്ടായിട്ടില്ല. അഖിൽ പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആരാണ് എന്തിനാണ് ഈ വന്ന് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ അപ്സരയുടെ ഭർത്താവും
ആൽബി എന്ന് പറയുന്ന സീരിയൽ സംവിധായകൻ എന്ന് പറയുന്ന ഒരാളിപ്പോ വന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു. ഏതായാലും അദ്ദേഹം പറയുന്നുണ്ട്, അഖിലിനെ ആർക്കറിയാമായിരുന്നു, ഞാൻ ഏതാണ്ട് 501 എപ്പിസോഡ് സീരിയൽ ചെയ്ത സംവിധായകനാണ്, എനിക്ക് ഫിലിം ഫ്രട്ടേണിറ്റിയിൽ ഞാനുണ്ട് എന്നൊക്കെ. ഏതായാലും ഈ ആൽബി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ സംവിധായകനെ അപ്സരയുടെ വിവാഹത്തോടു കൂടി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത്. അതും വിവാദമായതോടെ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദമുണ്ട്. ആ വിവാദവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ആൽബി എന്ന് പറയുന്ന ആളെ നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. മാത്രമല്ല ഇപ്പോഴാണ്, ഈ സീസണിലാണ് അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ അപ്സരയാണോ എന്ന് ചോദിച്ചു, അല്ലെ അപ്സരയാണെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആരോ കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ ഇതിലേക്ക് എൻട്രി ചെയ്ത് വന്ന് ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ആൽബി ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാൾ സമൂഹത്തിൽ എല്ലാ തുറയിലും പെട്ട ജനങ്ങൾ, സാധാരണഗതി സീരിയലുകാരും സിനിമക്കാരും ഒക്കെ സിനിമ ഇഷ്ടപ്പെടുന്ന, അല്ലെ സിനിമയിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന, സിനിമയോട് ഭ്രാന്തമായ സ്നേഹം, ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഉദ്ദേശിച്ചത് ഞാൻ ഭ്രാന്തമായ സ്നേഹമുള്ള അർത്ഥത്തിലാണ്. ഞാൻ ഇപ്പോൾ തന്നെ തിരുത്തി പോവുകയാണ്. കാരണം അതൊരു ഏതെങ്കിലും വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോയാൽ നാളെ എനിക്കെതിരെ വരരുത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് സീരിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സാധാരണഗതിയിലുള്ള വീട്ടമ്മമാരും അങ്ങനെയുള്ളവരൊക്കെയാണ് സീരിയലും ഒക്കെ കൂടുതലായി കാണുന്നത്. പക്ഷെ എല്ലാ വിഭാഗത്തിലും ഇടയിലേക്ക്, എല്ലാ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് ഉള്ള രീതിയിലേക്ക് അഖിൽ മാരാറിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അഖിൽ മാരാറുടെ വൈഡ് റേഞ്ചിലുള്ള അറിവും അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയും ഒക്കെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം തന്നെയാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇപ്പോ അഖിൽ മാരാരെ സംബന്ധിച്ച് അഖിൽ മാരാറിനെതിരെ കേസ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും ഈ കേസിലൊന്നും അഖിൽ മാരാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൽക്കാലം ഒരു പ്രശ്നമുണ്ടാക്കാം, അല്ലെങ്കിൽ അഖിൽ മാരാരെ കോർണർ ചെയ്തുകൊണ്ട് അഖിൽ മാരാർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഏതെങ്കിലും അവസരങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളെയോ ഒക്കെ കുറച്ച് ചെറിയ രീതിയിലെങ്കിലും തടയാമെന്നല്ലാതെ മറ്റൊന്നും അഖിൽ മാരാർക്കെതിരെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കേസുമായി ബന്ധപ്പെട്ട കേസിലൊന്നും വലിയ മെറിറ്റുള്ള കേസല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന ലൈവിന് കീഴിൽ വന്ന് മെസ്സേജ് ചെയ്യുകയോ അല്ലെ വാർത്ത ചെയ്യുകയോ ചെയ്താൽ നമ്മൾ പ്രതികളാകുമെന്ന് പറയുന്നതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇത് വ്യാജമാണോ ഐഡി ഒറിജിനലാണോ എന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളതിൽ കുറ്റക്കാരാവുക? ഏതായാലും ഒരു കാര്യം നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയുന്നത്, അഖിൽ മാരാരെ കോർണർ ചെയ്തുകൊണ്ട് അഖിൽ മാരാരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലെല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ മത്സരാർത്ഥികളും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ മാരാർക്ക് കിട്ടിയ ഒരു പ്രശസ്തിയോ അഖിൽ മാരാർ സമൂഹത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റോ ഇനി വരുന്ന ഒരു മത്സരാർത്ഥിക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയേറെ അഖിൽ മാരാർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം ഈ വരുന്ന മത്സരാർത്ഥികൾക്ക് അടക്കമുണ്ട്. അടുത്ത ഒരു, എനിക്ക് തോന്നുന്നില്ല ആര് കപ്പടിച്ചാലും അപ്പോഴത്തെ ഒരു ഇന്റർവ്യൂവിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അഖിൽ മാരാർക്ക് കിട്ടിയ പോലെ ഒരു വലിയ അക്സെപ്റ്റൻസ് കിട്ടുമോ എന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഗുണമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് അഖിൽ മാരാരെ കോർണർ ചെയ്തുകൊണ്ട് അഖിൽ മാരാറെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിൽ അഖിൽ മാരാർ ഇടയ്ക്കൊക്കെ ഇമോഷണലായി പോകുന്നുണ്ട്. ആൽബിയെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടിരുന്നു. അഖിൽ മാരാറെ എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അഖിൽ മാരാർ ഇത് കാണുവാണെങ്കിൽ അഖിൽ മാരാർ മനസ്സിലാക്കേണ്ടത്, അഖിൽ മാരാർ അത്തരം വിഷയങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. വിവാദങ്ങളാണ് അവർക്ക് വേണ്ടത്. അഖിൽ മാരാർ മോശക്കാരനാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് ഏത് തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് അഖിൽ മാരാർ അത്തരം പ്രകോപനങ്ങളിൽ വീണു പോകരുത്. കാരണം നിങ്ങൾ പ്രതിഭയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ വിവാദങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. യാതൊരു സംശയവുമില്ല. പൊതുസമൂഹത്തിലെ എല്ലായിടത്തും, ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമയിലൊക്കെ എൻട്രി ചെയ്യാനാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പ്രൊമോഷൻ അടക്കം, സ്ഥാപനങ്ങളിലൊക്കെ പ്രൊമോഷൻ അടക്കം, അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിൽ മുതലാളിയുടെ ഇഷ്ടക്കാരും അടുപ്പക്കാരും ഒക്കെ ആകാൻ കഴിയുക അല്ലെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം. ഏതായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രതിഭയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ചിലർ വന്ന് പറയുകയും ചെയ്തു. അത്തരം സംഭവങ്ങളിൽ നിങ്ങൾ മൗനം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. വിവാദങ്ങളുടെ വഴിക്ക് പോകട്ടെ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നന്നായി പോവുക എന്ന് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ആപത്ത് നിങ്ങൾക്കുണ്ടാക്കും. കുറച്ചു കാലമൊക്കെ നമ്മളുടെ വിവാദങ്ങളൊക്കെ കുറച്ചു കാലമൊക്കെ കത്തി നിൽക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. സ്ഥിരം പ്രശ്നക്കാരനും വിവാദം ഉണ്ടാക്കുന്നവരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള ഒരു മാന്യതയും വിലയും ഒക്കെ അങ്ങ് പോകും. അതുകൊണ്ട് അത് ഇല്ലാതെ നിങ്ങൾക്ക്
നല്ലൊരു കുടുംബമുണ്ട്, നല്ല കുട്ടികളുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ട്, നല്ല വിവരമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നോക്കി മുമ്പോട്ട് പോവുക. ഏതായാലും ഈ വിഷയത്തിൽ അഖിൽ മാരാറിനൊപ്പം തന്നെയാണ്. കാരണം അഖിൽ മാരാർ പറഞ്ഞൊരു വിഷയത്തെ അഖിൽ മാരാർ ആരുടെയും പേര് പറഞ്ഞില്ല. ശോഭയ്ക്ക് കരയേണ്ട കാര്യമില്ല, ഞാൻ ഉണ്ടാക്കിയ പേര് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന്റെ ഒന്നും ഒരു ആവശ്യവുമുള്ള കാര്യമല്ല. ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയ്യോ ഞാനതിന് വഴിപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാനതിന് വഴിപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയുന്നിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളിടത്തോളം നമ്മൾ നടന്ന് കരയുകയോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുകയോ മറ്റൊരാളെ ടാർഗറ്റ് ചെയ്യുകയോ മറ്റു വിഷയങ്ങൾ ഇടപെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പലരും ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് കേട്ടു, അങ്ങോട്ട് പോയി എനിക്ക് ബിഗ് ബോസിൽ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പോ പലപ്പോഴും അങ്ങനെ ചെല്ലുന്നവരുടെ ഇടയിലേക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഇപ്പോ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ നവ്യ നായരോ അങ്ങനെയുള്ളവരെയൊക്കെ, അല്ലെ ശ്വേതാമേനോനെ തന്നെ നോക്കുകയാണെങ്കിൽ ശ്വേതാമേനോൻ എന്നെ അവർ വിളിച്ചു, ഒരു ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു സംസാരം, ഒരു ടോക്ക്. അതിപ്പോ നമ്മളെ മറ്റു ചാനലുകൾ നമുക്ക് കുറച്ച് സീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ സാധാരണ ഫോർമൽ ഇന്റർവ്യൂ ഒന്നുമില്ല. നമ്മളെ വിളിച്ചിരുത്തും 5 മിനിറ്റ് സംസാരിക്കും, അത് കഴിഞ്ഞെടുക്കുന്ന രീതിയാണ്. അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം നടിമാരെയും അവർക്ക് ആവശ്യമുള്ളവരെയും അവർ വിളിച്ച് കൊണ്ടുപോയി അവർ അത്തരം വിഷയങ്ങളിൽ ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ കാര്യമായി നടത്താറില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ തുലവും വ്യത്യസ്തമാണ് സ്ഥിതി. വിളിക്കുമെങ്കിലും അവരെ എൻട്രി ചെയ്യിപ്പിക്കണമെങ്കിൽ അവരുടെ പല കടമകളും കിടക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ശ്രീലക്ഷ്മി അറക്കലടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലവട്ടം ഇന്റർവ്യൂവിന് പോയി തനിക്ക് കിട്ടിയില്ല, പലവട്ടം ഇങ്ങോട്ട് വിളിച്ചതാണ് തന്റെ സമയം നഷ്ടപ്പെടുത്തിയതെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ അഖിൽ മാരാരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് എല്ലാ ഭാഗത്തു നിന്നുമുള്ളവരും ഉണ്ടാകും, സിനിമയടക്കം ഉണ്ടാകും. ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അതുപോലെ രാഷ്ട്രീയപരമായ ഒരുപക്ഷെ രാഷ്ട്രീയം അത് വിനയാകും. കാരണം കേരളത്തിൽ ഇടതുപക്ഷമല്ലാത്ത രാഷ്ട്രീയ ഗതികൾ ഉയർത്തുന്നവരെ, വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, അത് RSS ആയാലും കോൺഗ്രസ് ആയാലും അത്തരത്തിലുള്ളവരെ ആക്രമിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അതൊക്കെ ഏറെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ അനുഭവത്തിന്റെ കൂടി ബലത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ വീട്ടിലിരുന്നാലും വെറുതെ കഥകൾ ഉണ്ടാക്കുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, എന്റെ രാഷ്ട്രീയ നിലപാടുകളാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ നിലപാടുള്ളവരെ തീർക്കാനും തകർക്കാനും ഒരു ലോബി തന്നെ പലപ്പോഴും പ്രവർത്തിക്കുന്നതായി നമുക്കറിയാം. ഇടതല്ലാത്തവർക്ക് ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. പ്രത്യേകിച്ച് അഖിൽ നിൽക്കുന്ന സിനിമാ മേഖല അത്രത്തോളം അപകടകരമാണ്. അതുകൊണ്ടാണ് അഖിലിനോട് പറയുന്നത്, അഖിലിന്റെ അഭിപ്രായങ്ങളുമായി അഖിൽ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോഴെങ്കിലും സംയമനം പാലിക്കേണ്ട സ്ഥലത്ത് അഖിൽ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഏതായാലും അഖിലിനോടൊപ്പം തന്നെയാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു. കാരണം അഖിൽ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അതുകൂടി പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ജാൻമണിദാസിനെതിരെ അഖിൽ പറഞ്ഞ വിയർപ്പ് തുടയ്ക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. ജാൻമണിദാസിനെതിരെ അഖിൽ അത് പറയാനുള്ള സാഹചര്യം അതിനിടയിൽ തന്നെ അഖിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ബിസിനസ് ക്ലാസ്സിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയും ഒക്കെ ചെയ്ത ജാൻമണിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയാം, എല്ലാവരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ഈ ജാൻമണിദാസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ, അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. അവരുടെ ഒരു വീഡിയോ കണ്ടു, എന്തു ബഹളമാണ് ഉണ്ടാക്കുന്നത്, എന്ത് പ്രാക്കും ബഹളവും, നശിച്ചു പോകുമെന്നും നാക്ക് താഴ്ന്നു പോകുമെന്നും ഒക്കെ പറയാൻ. അതാണോ യഥാർത്ഥത്തിൽ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജാൻമണിദാസിനെ ഇത്തരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഴുവൻ അത് കേട്ടപാടെ, അത്രയും പറഞ്ഞു അഖിൽ പറഞ്ഞ അത്രയും കേട്ടപാടെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളാമൃതി ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടും, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും പിറകെ പോയി മൈക്ക് വെച്ച് ചോദിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ആൽബി അടക്കമുള്ളവർ, ആൽബി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അനുകൂലമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ആൽബി എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് അറിയില്ല, വേറെ ആർക്കും അത് പറയാൻ തോന്നിയില്ല. എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് വളരെ സ്നേഹത്തോടെ, എനിക്കറിയാം, നമുക്ക് നമ്മളെപ്പോഴും കാണുന്നതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വളരെ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന നവ്യ നായരടക്കം പലരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കും. അനുശ്രീ അടക്കമുള്ളവർ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുനടക്കുന്ന രീതി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ആരും ഒന്നും മോശക്കാരാക്കി ചിത്രീകരിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ വളരെ ഫേമസ് ആയ ജാൻമണി എന്താണ് ഈ വിഭാഗത്തെ വീണ്ടും ഇത്തരം മോശക്കാരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ആ വിഭാഗത്തിൽ ഇന്നും ഉണ്ട് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ പഴയ കാലത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ പൈസ കൊടുക്കാൻ ചോദിക്കുമ്പോൾ റോഡിലേക്കും പൈസ കൊടുക്കാൻ ഇരിക്കുമ്പോൾ നമ്മളെ പ്രാഗുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മൊത്തം എല്ലാവരും, കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്ത് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും മാന്യമായി അവരുടെ തൊഴിൽ കൊണ്ടുപോവുകയും മാന്യമായി ജീവിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്.
ഇത് നിരവധി ട്രാൻസ്ജെൻഡറുകളെ നമുക്കറിയാം, വളരെ മാന്യമായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ. അപ്പൊ വീണ്ടും അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ അവിടെ നടത്തിയ ബഹളത്തിന് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അഖിൽ മാരാർ അത് പറഞ്ഞത്. അത് സത്യം പറയാം, അത് കണ്ടപ്പോൾ എനിക്ക് വലിയ രീതിയിൽ ദേഷ്യം തോന്നി. ഈ സ്ത്രീ എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കേണ്ടത്? നമുക്ക് ദേഷ്യമൊക്കെ എനിക്കുമുണ്ടോ ദേഷ്യം, ഒരുപാട് പേരോട് നമുക്കുമൊക്കെ ദേഷ്യമുണ്ടാകാം. പക്ഷേ ഈ ദേഷ്യമുണ്ടായാൽ ഇങ്ങനെയാണോ ഒരു വ്യക്തി പ്രതികരിക്കേണ്ടത്? അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരിക്കുന്നവരെയാണോ സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയായി നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്? അവരെ പറഞ്ഞു തിരുത്തേണ്ടതിന് പകരം നിങ്ങൾ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്ത് ഇത് ഇനിയും ചെയ്യാം എന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ടോ എന്ന സംശയം പോലും എനിക്കുണ്ട്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അഖിൽ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അഖിലിനെതിരായി തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നുമല്ല വിഷയം. യഥാർത്ഥ വിഷയം അഖിൽ എന്ന വ്യക്തി തന്നെയാണ്. അഖിലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അഖിലിനെ വലിയ രീതിയിൽ ഉപദ്രവിക്കാനും അഖിലിനെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഖിൽ സംയമനം പാലിച്ച് മുന്നോട്ട് പോകണം. അഖിൽ എന്ന് പറയുന്ന ആൾ വളരെ പ്രതീക്ഷ ഉണർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് അഖിലിനോട് ഇത് പറയുന്നത്. ഏതായാലും മറ്റൊരു വിഷയം അടുത്ത ദിവസം നമുക്ക് കാണാം. ഏതായാലും ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി എന്നിലേക്ക് ആക്രമണം വരുമോ എന്നറിയില്ല. എന്തായാലും എനിക്ക് ആക്രമണം വന്നാലും ഞാൻ ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല തിരിച്ചാക്രമിക്കാനും പോകാറില്ല. എനിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ അതിന്റെ വഴിക്ക് വിട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്തു വേണേ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല. എന്നെ ഏതായാലും ഒന്നിലും കൊടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നവർ കുറച്ചു കാലം പറഞ്ഞിട്ട് തന്നെത്താൻ നിർത്തും എന്നല്ലാതെ അതുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ പറയുമ്പോൾ നമ്മൾ മോശമായി പറഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വ്യക്തമാക്കിയത്. കാരണം ഞാൻ അത്തരക്കാരെ ജീവിതത്തിന്റെ എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.